നമ്മുടെ നിയമസഭയുടെ മുൻപത്തുന്ന പേപ്പർ അനുസരിച്ചിട്ട് ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രിയാണ് ധനകാര്യ വകുപ്പിന്റെ കൂടി മന്ത്രി, അദ്ദേഹം ഒരു ധവളപത്രം, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചൊരു ധവളപത്രം കൊണ്ടുവന്നത്. പക്ഷെ ആ ധവളപത്രത്തിന്റെ പേര് തന്നെ ധവളപത്രം എന്നല്ല, വൈറ്റ് പേപ്പർ എന്നല്ല, സാങ്കേതികമായ വൈറ്റ് പേപ്പർ എന്നല്ല, വേറൊരു പേരായിക്കോട്ടെ, കേരളത്തിന്റെ ഫിസിക്കൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള ഒരു രേഖ. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ധവളപത്രം എന്ന് പറഞ്ഞാൽ സാധാരണ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂവിനെ സംബന്ധിച്ച് പഠിച്ച് അത് സംബന്ധിച്ച് ഉള്ള പരിഹാര നിർദ്ദേശങ്ങളും അടിസ്ഥാന പ്രശ്നങ്ങളും ഒക്കെ പറയുന്നതാണ് ധവളപത്രം. ധവളപത്രം ഇക്കണോമിക് ഡീറ്റെയിൽസിന് മാത്രമല്ല. ധവളപത്രം ആദ്യമായിട്ടുണ്ടായത് ബ്രിട്ടനിലാണ് എന്നുള്ളതുകൊണ്ടും അവിടെ ഒരു വൈറ്റ് കവർ ആയിരുന്നു. അത് ഗവൺമെന്റിന്റെ എക്കണോമിക് പൊസിഷനെ സംബന്ധിച്ചൊക്കെ അറിയാൻ അന്നത്തെ ഗവൺമെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇറക്കുന്നത് വെള്ള പേപ്പർ ആയിരുന്നു അതിന്റെ കവർ എന്നുള്ളതുകൊണ്ട് ധവളപത്രം എന്ന് പേര് വന്നു. എന്തായാലും എല്ലാം സുതാര്യമായി പറയുന്ന ഒരു കാര്യം എന്നാണ് നമ്മൾ ആ വെള്ള അതിപ്പോ നാളിൽ മനസ്സിലാക്കുന്നത്. ആ ധവളപത്രത്തിൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതിന്റെ പ്രശ്നം. അപ്പൊ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, ഫിസിക്കൽ കണ്ടീഷൻ മോശമാണ് എന്ന് പറയാനാണ് ഇവർ ആഗ്രഹിച്ചത്. അപ്പൊ അത് നടപ്പിലാക്കിയതിന്റെ രീതിയെ പറ്റി ഞങ്ങൾ ചില ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ സത്യപ്രതിജ്ഞ ലംഘനം ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഗവൺമെന്റിന്റെ ഏറ്റവും ആധികാരികമായ രഹസ്യ രേഖകൾ വരുന്നുണ്ട്. എത്ര ഉന്നതരായ വ്യക്തികളായാലും കഴിവുള്ള വ്യക്തികളായാലും ഈ ഗവൺമെന്റിന്റെ ഈ രേഖകൾ അങ്ങനെ പുറത്തു പോകാൻ പാടില്ല. ഇത് നമ്മൾ തന്നെ ഉന്നയിച്ചിരുന്നു അവിടെ. ആ പ്രശ്നമല്ല ഇവിടെ ഞാൻ പറയുന്നത്. ഈ ധവളപത്രത്തിനകത്ത് എന്തൊക്കെയാ വേണ്ടേ? കേരളത്തിന്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ, നേരത്തെ വലിയ തോതിൽ കടമുണ്ടാക്കിയെന്ന് പറയുന്നു. അപ്പോൾ വരുമാനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേണം, കിട്ടേണ്ട വരുമാനത്തെ സംബന്ധിച്ചും കിട്ടേണ്ട വരുമാനം ഇപ്പോൾ ഡിലേ ചെയ്തതിനെ പറ്റി, കിട്ടാതിരിക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണം, ഇപ്പോഴത്തെ കറന്റ് ഫൈനാൻഷ്യൽ പൊസിഷൻ വേണം, ഔട്ട്സ്റ്റാൻഡിങ് വേണം, അതിന് കൂടെ വേണമെങ്കിൽ കുറച്ച് ഫ്യൂച്ചർ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങൾ അധികം പറയാനല്ല തയ്യാറായത്. അതിനകത്ത് കുറച്ച് സാമ്പത്തിക കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം വളരെ അലാമിംഗ് ആണ്, അപകടകരമാണ് സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് ഉള്ളതാണെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു ഇവരെ പ്രതിപക്ഷമായിരുന്നു. 6 ലക്ഷം കോടി കേരളത്തിന്റെ ആകെയുള്ള കടം, ഇതുവരെയുള്ള ആകെ ഉള്ള കേരളത്തിന്റെ ആർജിതമായ ബോറോയിങ്, അത് 6 ലക്ഷം കോടിയാണ്. വലിയ ബോറോയിങ് ആണ് കേരളത്തിന്. ഇത് കൂടാതെ 1.25 ലക്ഷം കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ, 1 ലക്ഷം കോടി സർക്കാർ ജീവനക്കാർക്കും മറ്റ് ഡിപ്പാർട്ട്മെന്റിനെല്ലാം കൂടി ബാക്കി ചേർത്ത് 1.25 ലക്ഷം കോടി രൂപ വേറെയും കൊടുക്കാനുണ്ട്. കിഫ്ബിയും മറ്റും വേറെ ഉണ്ട്. ഇങ്ങനെ കടം കാരണം എണ്ണിച്ചടക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ധവളപത്രത്തിൽ എല്ലാ കണക്കുകളും കൂട്ടിയിട്ട് 5,07,000 കോടിയാണ് കടമെന്ന് പറഞ്ഞത്. 5,07,000 ഈ ധവളപത്രം ഇറക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം വരെ, അതായത് കഴിഞ്ഞ ഏപ്രിൽ വരെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, 4,80,000 85,000 കടമില്ല. അത് കഴിഞ്ഞ 25-50 വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തെ ഗ്രോത്ത്, കോവിഡ് കഴിഞ്ഞിട്ടുള്ള കടത്തിന്റെ ഗ്രോത്ത് ഇന്ത്യൻ ശരാശരിക്കാളും വളരെ കുറവാണ്. കേരളത്തിൽ ഓരോ 5 വർഷം കൊണ്ടും 90-100% ഇരട്ടിയാവുന്ന കടം ഇപ്പൊ 60% വർദ്ധിച്ചിട്ടുള്ളൂ. അപ്പൊ കടം സാധാരണഗതി കിട്ടുകയായിരുന്നെങ്കിൽ 6 ലക്ഷം കോടി ആയേനെ. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇപ്പൊ 5 ലക്ഷം കോടി താഴെയുള്ളൂ എന്ന് പറഞ്ഞു. അത് കറക്റ്റാണെന്ന് തെളിഞ്ഞു. കടം വർദ്ധിച്ചിട്ടില്ല, കടം കൺട്രോൾ ചെയ്യപ്പെട്ടു. ഓൾ ഇന്ത്യ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമ്മൾ ആ യാർഡ്സ്റ്റിക്കിനടുത്തേക്ക് എത്തി കുറഞ്ഞു. രണ്ടാമത്തെ കാര്യം, 1.25 ലക്ഷം കോടി രൂപ കടമാണ് ഇദ്ദേഹം എപ്പോഴും പറയാം. അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇനിയും പഴയതുപോലെ പ്രതിപക്ഷ നേതാവായി പറഞ്ഞതുപോലെയും പറയാൻ പാടില്ല. പക്ഷെ 1.25 ലക്ഷം കോടി ആയി കടമെന്ന് അദ്ദേഹം പറഞ്ഞത് കണക്ക് നോക്കിയപ്പോൾ അവരുടെ എക്സാജറേറ്റഡ് കണക്കായിട്ട് 48,000 കോടിയുള്ളൂ. അത് എക്സാജറേറ്റഡ് എന്ന് ഞാൻ പറയാൻ കാര്യമുണ്ട്. ബിൽ ഡിസ്കൗണ്ടിങ്, ഈ സിവിൽ സപ്ലൈസിനൊക്കെ ഓരോ മാസവും സർക്കാർ കൊടുക്കുന്നതൊന്നും ഈ കടത്തി വരത്തില്ല. കാരണം ബില്ലുകൾ റേസ് ചെയ്ത് വരുമ്പോൾ അനുസരിച്ച് കൊടുക്കും. ഇപ്പൊ SC ST വിദ്യാർത്ഥികൾക്ക് 300 കോടി കൊടുക്കാനുണ്ട്. അത് ഈ ഒരു മാസം വന്ന ബില്ലാണ്. 5,000 കോടി കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൊടുത്തിട്ടപ്പം ബില്ല് വന്നാൽ അപ്പം കൊടുക്കും. തെറ്റായ കാര്യങ്ങൾ പറയാം. SC ST വിദ്യാർത്ഥികൾക്ക് ഈ 300 കോടി കൊടുക്കാനുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? കഴിഞ്ഞ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സാധാരണ ഡേ ടു ഡേ കാര്യം വരില്ല. മിക്കവാറും ഏപ്രിൽ മാസം കഴിഞ്ഞു വന്ന റേസ് ചെയ്ത് ബില്ലായിരിക്കും. കാരണം മാർച്ച് മാസം വരെയുള്ള ഒരൊറ്റ ബില്ല് കൊടുക്കാനില്ലെന്ന് എനിക്കറിയാം. ഈ തരത്തിൽ നാടകീയമായിട്ട് അവതരിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ വരുന്ന ബില്ല്, ഇപ്പൊ ഈ മാസം വരുന്ന ബില്ല് അത് അടുത്ത മാസം അല്ലെങ്കിൽ അതിന് കൊടുക്കും. അതൊന്നും കടത്തി വരുന്നതല്ല. അപ്പോ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 48,000 കോടി രൂപ കടമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ കടത്തിന്റെ ബാധ്യത ഇവര് നേരത്തെ പറഞ്ഞിരുന്ന പ്രചരണം ശുദ്ധ അസംബന്ധമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും തെളിയിക്കുന്ന തരത്തിലേക്ക് ഈ ധവളപത്രത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും കാര്യം ഞങ്ങൾ പറയാത്തതുണ്ടോ? ബഡ്ജറ്റ് ഡോക്യുമെന്റ് പറയാത്തില്ല. അപ്പൊ ധവളപത്രത്തിന്റെ കാര്യത്തിനകത്ത് ആ കാര്യം. പിന്നീട് കുറച്ച് ഫ്യൂച്ചറിലേക്ക് ഇവർക്ക് ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് മെയിൻലി പ്രൈവറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങൾ.